السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അറഫ ദിനത്തിൽ ഉള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രത്യേകമാക്കി തയ്യാറെടുത്ത് വെച്ച ഒരു ടൈമാണ് അറഫ ദിനമെന്നത്. അള്ളാഹു ചില സമയത്തിനും ചില വ്യക്തികൾക്ക് ചില വസ്തുക്കൾക്കൊക്കെ ചില പ്രത്യേകത, ചില മഹാത്മ്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇഹ പര വിജയം വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സുഖവും ആനന്ദവും സന്തോഷവും സംതൃപ്തിയും ആരോഗ്യവും എല്ലാം നാളെ ഉണ്ടാകണം എന്നില്ല. അങ്ങനെ ഇന്ന് നമ്മൾ വളരെ സന്തോഷവാനാണ്, ഹാപ്പിയാണ്, വളരെ സന്തുഷ്ടരാണ് എങ്കിൽ അത് നാളെ നമ്മളെ കാത്തിരിക്കുമെന്ന് ഒരൊറ്റ വ്യക്തിയും വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, സ്നേഹിതന്മാർ, വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ആളുകൾ, അവർ നാളെ നമ്മോട് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിചാരവും ആരും വേണ്ട. ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കുന്നേക്കാം. ആർക്കും അതിലൊരു ഉറപ്പ്, ഒരു ദൃഢത പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദുഃഖം, വ്യസനം, സങ്കടം അത് നാളെ നിന്നെ വേട്ടയാടും എന്നില്ല, അതും മറിച്ചായേക്കാം. എന്നാൽ ഇവിടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ദിനംദിന ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഒരാൾക്കും അളക്കാനും തൂക്കാനും അതല്ലെങ്കിൽ അതിനെ നിർവചിക്കാനോ ഒന്നും കഴിയാത്ത ഒരു യഥാർത്ഥത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടും ഇരിക്കുന്നത്. അത് ഒരാളെയും കാത്തിരിക്കുകയില്ല. അത് നാളേക്ക്, അതല്ലെങ്കിൽ മറ്റന്നാളേക്ക്, അതല്ലെങ്കിൽ മറ്റൊരു അവസരത്തേക്ക്, ഇങ്ങനെ ആരും കാത്തു നിൽക്കുന്നില്ല. അതാണ് സമാൻ, കാലം എന്ന് പറയുന്നത്. സമയം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. എത്ര വലിയ ധനികനായാലും, എത്ര വലിയ മന്ത്രിമാരായാലും, പ്രജകളായാലും, രാജാവായാലും, ആരായാലും ശരി, അവർക്കെല്ലാം സമയം ഒന്നാണ്. അത് ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തെ പിടിച്ച് സത്യം ചെയ്തതായിട്ട് കാണാം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലത്ത് തന്നെ സത്യം, സമാനിനെ തന്നെയാണ് സത്യം. മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്, പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു വരിക. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തതായ അല്ലാത്ത ഏതെല്ലാം ആളുകളുണ്ടോ, വ്യക്തികളുണ്ടോ, അവരെല്ലാവരും പരാജയത്തിന്റെ പടുകുഴിയിലാണ്. പരസ്പരം അങ്ങുമിങ്ങും സഹനത്തെയും ക്ഷമത്തെയും കൽപ്പിക്കാത്തതായൊരു വിഭാഗം ആളുകളും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കാലത്തെ സമാനെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്തു. നമുക്കൊന്നുമില്ല, സെക്കൻഡ്, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നത് ആ സമയത്തിൻ്റെ തോത് അനുസരിച്ചു കൊണ്ടാണെങ്കിൽ ഇതൊന്നും നമ്മളെ കാത്തിരിക്കുകയില്ല. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക. നാളെ എന്ന് പിന്തിച്ചിടാൻ പറ്റുകയില്ല. നാളെ എന്ന് പറഞ്ഞതൊന്നും ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നിങ്ങൾ നോക്ക്. എന്നാൽ അറഫ ദിനത്തിലുള്ള ഓഫറുകളും മഹത്വങ്ങളും എന്തൊക്കെയാണെന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അറഫ ദിവസം അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട ഒരു സന്ദർഭം ആണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഇടയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ അങ്ങേയറ്റത്തെ പുണ്യമായ ദിവസങ്ങളാണ്, സമയങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. എങ്ങനെയാണ് ഈ അറഫ എന്നതിന് പേര് വെച്ചത്? അറഫ എങ്ങനെ പേര് വെച്ചു എന്നറിയാം. മഹാനായ ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കി. അങ്ങനെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്താണ് ഇറക്കിയതെങ്കിൽ അവർ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അറഫയിൽ വെച്ചുകൊണ്ടാണ് അവർ ഇരുവരെയും കണ്ടുമുട്ടിയത്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, മനസ്സിലായി എന്നൊക്കെ അർത്ഥം വരുന്ന അറബി വാക്കാണ്. അതുകൊണ്ട് അതിന് അറഫ എന്ന് പേര് വെച്ചു. അവർ രണ്ടാളും അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ അറഫ എന്ന് പേര് വെച്ചു. മറ്റൊരു അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അറഫയിൽ വെച്ച് കൊണ്ട് പറഞ്ഞു, ആ അറഫ്ത, നിനക്ക്
മനസ്സിലായോ, നിനക്ക് അറിഞ്ഞോ എന്ന് 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അറഫ്തു, ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലായി. ഈ നിലക്കാണ് അറഫ എന്ന് പേര് വെക്കാൻ കാരണം. അറഫ പർവ്വതം, ജബൽ, ആ ജബലിനാണ് അറഫ എന്ന്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ ആ ദിവസം ഒരു ശ്രേഷ്ഠമായ ദിവസമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മൻ സാമ യൗമ അറഫ ഗഫറല്ലാഹു ലഹു സനതൈനി, വല്ലൊരുത്തനും അറഫ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഗഫറല്ലാഹു ലഹു, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് സനതൈനി, 2 വർഷത്തെ. മാ തഖദ്ദമ മാ തഅഖറ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലത്തും അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെയും ഈ 2 കൊല്ലത്തെ പാപമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. ഇത് വലിയ കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഫർ നൽകിയതാണ്. എന്നാൽ അറഫ ദിവസം സുബഹി മുതലാണ് തക്ബീറിൻ്റെ തുടക്കം. എല്ലാ ഫർദ് നിസ്കാരത്തിൻ്റെയും ശേഷം തക്ബീർ ചെല്ലുക അയ്യാമുൽ തശ്രീഖിൻ്റെ അശ്റ് വരെ. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, തക്ബീർ വലിയ ശ്രേഷ്ഠതയും മഹത്വമുള്ള കാര്യമാണ്. ഏറ്റവും വലിയ ശ്രേഷ്ഠതയും മഹത്വമുള്ള കാര്യമാണ് തക്ബീർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതിൻ്റെ സാരം എന്താണെന്ന് അറിയാം. ഇതിൻ്റെ സാരം, ഇതിൻ്റെ വ്യാഖ്യാനം കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയാകും, മനസ്സ് സംസ്കരിക്കും, നമ്മളെ പാപങ്ങളൊക്കെ പൊട്ടും. അല്ലാഹു അക്ബർ, അല്ലാഹ് ഏറ്റവും മഹാനാണ്, വലിയവനാണ്. കാര്യകാരണങ്ങളെ കൂടാതെ ഏറ്റവും സ്വയം വ്യക്തിത്വത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്നാണ് അതിനർത്ഥം. നമ്മൾക്കൊരു ഇതിന് ജീവനുള്ള സാധനം അത് വളരണമെങ്കിൽ, അത് പുഷ്ടി കൂടണമെങ്കിൽ, ഏത് നിലക്കാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും അതല്ല ബുദ്ധിപരമായിട്ടാണെങ്കിലും അവൻ്റെ പ്രവർത്തനപരമായിട്ടാണെങ്കിലും ഏതെല്ലാം കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകാൻ ഒരു വ്യക്തിക്ക് കഴിയോ അവനൊരു കാരണം വേണ്ടിയത്. എന്നാൽ കാരണങ്ങളില്ലാതെ, സബബില്ലാതെ ഏറ്റവും മഹാനായ ഉയർന്നതായ അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹാനാണ്, ഏറ്റവും വലിയവനാണ്, ഏറ്റവും ശ്രേഷ്ഠമായവനാണ്. അത് പോയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അവിടെ വാവുണ്ട് കേട്ടോ, ആ വാവ് കൂട്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും വലിയ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ തയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സുഹൃത്ത് കാണും. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകം മുഴുവനും ഇവിടെ നിലനിർത്തുമെന്നാണ്. ഇവിടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളെയും ഇല്ല എന്ന് പറയുന്ന ആളുകളെയും അതുപോലെ തന്നെ നിരീശ്വരവാദിയെയും പ്രത്യവാദികളെയും ഈ സൂര്യനും ചന്ദ്രനും കോടാനക്കോടി നക്ഷത്രങ്ങളെല്ലാം ആ മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അത്രക്കും ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് കലിമത്തുൽ തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൽ ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൈറുദ് ദുആഇ ദുആഉ യൗമൽ അറഫ, ഖൈറുദ് ദുആഇ ദുആഉ യൗമൽ അറഫ. അറഫ ദിവസത്തിലുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള പ്രാർത്ഥന, ഹൈറായ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂൻ മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഖൈറു ദുആഇ, ദുആയിൽ ഖൈറായത് ദുആ യൗമ അറഫ. അറഫ ദിവസത്തിലുള്ള ദുആയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, വഖൈറു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ ഖൈറായത് അന, ഞാൻ തന്നെ, വന്നബിയ്യൂന മിൻ ഖബ്ലി,
എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ഏറ്റവും വലിയ ദിക്ർ. അപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം, അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഈ തക്ബീർ, ചില തക്ബീറിൻ്റെ അഡ്വാൻസ്, പിന്നെ ആ തക്ബീറിൻ്റെ പൊരുൾ സാരം നമ്മൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് നമ്മൾക്ക് എന്താവുള്ളൂ, അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ആ ദർബാർ നമ്മളിലേക്ക് ഇങ്ങനെ തുറന്നു കിട്ടുള്ളൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹംദ് ഹംദ് വലില്ലാഹിൽ ഹംദ്. പഠിച്ചോനെ നിനക്കാണ് എല്ലാ സ്തുതിയും. ഒരു ദിവസം പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം തീരില്ല. കാരണം എന്താണ്? لأن الدنيا بحذافيرها بيد رجل من أمتي ثم قال الحمد لله قال الحمد لله فضل ذلك. ഒരു മനുഷ്യൻ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവന് അധീനത്താക്കി കൊടുത്തു. അതെല്ലാം അവൻ്റെ അധീനത്തിൽ വന്നു. അവന് ഇഷ്ടാനുസരണം സുഖിക്കാനും എടുക്കാനും ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയെങ്കിലും ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ ആ അൽഹംദുലില്ല കാന അഫ്ളു ദാലിക, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പം ഇതാണ് നമ്മൾ അറഫാ ദിവസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ നമ്മൾക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. 2 കൊല്ലത്തെ പാപം പൊറുക്കപ്പെടും, കഴിഞ്ഞു പോയൊരു കൊല്ലത്തെയും വരാനിരിക്കുന്നൊരു കൊല്ലത്തെയും. അതുകൊണ്ട് ദീർഘായുസ് കിട്ടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഖൈറായത് പ്രവർത്തിക്കാനും സിറാത്തുൽ മുസ്തഖീമിലൂടെ അവസാനം വരെ നയിക്കാനും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ കടുത്തതായ പരീക്ഷണങ്ങൾ കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله. അറഫ ദിവസം നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, അറഫ നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം നിലവിലുള്ള വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ ഓർക്കുന്ന 2 കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നുള്ളത്. അതാണ് അറഫ ദിവസത്തിന്റെ മഹത്വമുള്ളത്. 2 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിലവിലുള്ള കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുന്നു പറയുമ്പോൾ, അടുത്ത വർഷത്തെ ദോഷം പൊറുക്കണമെങ്കിൽ അടുത്ത വർഷം ആള് വേണ്ടേ? ഈ ഭൂമി ലോകത്ത് ആളുടെ ജീവിച്ചു ഇരിക്കണ്ടേ? അപ്പോഴല്ലേ പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തേക്ക് അല്ലാഹു അവന് ആയുസ് നീട്ടിക്കൊടുക്കും എന്ന് ഈ ഹദീസിൽ സൂചന ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ അറഫ നോമ്പ് ഇൻഷാ അല്ലാഹ് എല്ലാവരും അനുഷ്ഠിക്കുക. ഫതുഹിൽ മുഈൻ പറയുന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി 8ന്റെ അന്നും, ചിലപ്പോ 9 ആവാലോ. അപ്പൊ ആ നിലക്ക് നാളെയും അതുപോലെ മറ്റന്നാളും 2 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു അത് കാരണമായി പുറത്തു തരട്ടെ. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാളിനോടനുബന്ധിച്ച് തക്ബീർ ചെല്ലൽ സുന്നത്താണ്. വലിയ പെരുന്നാളാവുമ്പോ 2 തക്ബീറുണ്ട്, മുർസല്, മുഖയ്യദ്. മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങൾക്ക് ശേഷം, നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെല്ലുന്ന തക്ബീറാണ്. അത് അറഫയുടെ സുബഹി മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അസുർ വരെ, അഥവാ വരുന്ന ഞായറാഴ്ച സുബഹി മുതൽ വ്യാഴാഴ്ച അസുർ വരെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും
സലാം വീട്ടിയ ഉടനെയായിക്കൊണ്ട് തക്ബീർ ചെല്ലണം. അത് സുന്നത്താണ്. ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും മയ്യിത്ത് നിസ്കാരമായാലും ഹാദറായാലും ഗൈബായാലും അതായാലും ഖളാ ആയാലും ഒക്കെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചെല്ലുന്നത് പ്രത്യേകമാണ് സുന്നത്താണ്. കൂടാതെ വലിയ പെരുന്നാളിൽ ദുൽഹജ്ജ് 1 മുതൽ, ഇന്നിപ്പോ 7 1 മുതൽ ബലിമൃഗത്തെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചെല്ലൽ സുന്നത്താണ്. പിന്നെ മുർസലായ തക്ബീർ ഓരോ പെരുന്നാൾ 2 പെരുന്നാൾക്കും ഉള്ളതാണ്. പെരുന്നാളിന്റെ തലേ ദിവസം, പെരുന്നാൾ രാവ് വരുന്ന ഞായറാഴ്ച അസ്തമിച്ച രാത്രി, അതുമുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും, ശുദ്ധമായ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ പതുക്കെയും തക്ബീർ ചെല്ലൽ സുന്നത്താണ്. പിന്നെ പെരുന്നാളിന്റെ പ്രത്യേകമായി കുളിക്കൽ സുന്നത്താണ്. രാത്രി പകുതിയായ അതിന്റെ സമയം ആരംഭിച്ചു. അങ്ങനെ കുളിച്ചു വൃത്തിയാവണം. നല്ല വിലപിടിപ്പുള്ള കഴിയുമെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കുക. അതേപോലെ പെരുന്നാൾ, വലിയ പെരുന്നാളിന് ഭക്ഷണമൊന്നും കഴിക്കാതെ വരേണ്ടതാണ്. 7 മണിക്കാണ് പ്രമുഖ നിസ്കാരം. അപ്പം ഭക്ഷണം കഴിക്കാതെ, ഇനി അത്യാവശ്യമാണെങ്കിൽ കഴിക്കുന്ന കുഴപ്പമില്ല, കഴിക്കാതെ വരലാണ് സുന്നത്ത്. നിങ്ങൾ വരുമ്പോ ഒരു വഴിയിലൂടെയും തിരിച്ചു പോകുമ്പോ മറ്റൊരു വഴിയിലൂടെയും പോകൽ സുന്നത്താണ്. പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ഒരു വഴിക്ക് വരിക, മറ്റൊരു വഴിക്ക് തിരിച്ചു പോവുക. ഇത് പ്രത്യേകമായ സുന്നത്താണ്. ഓരോ വഴിയും അവൻ പ്രത്യേകമായി സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് ഇത്. പിന്നെ മറ്റൊരു വിഷയം, പെരുന്നാൾ നിസ്കാരം വളരെ സുപ്രധാനമായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാൾ നിസ്കാരമാണ്. ഈ 2 പെരുന്നാളിൽ വെച്ചും ഏറ്റവും അഫ്ളല് വലിയ പെരുന്നാൾ. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നബിയെ, നിങ്ങൾ നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ അറുക്കുകയും ചെയ്യുക, ബലിമൃഗത്തെ അറുക്കുകയും ചെയ്യുക. അവൻ നിസ്കരിക്കുക, ബലിമൃഗം അറുക്കുക. അവ നിസ്കാരം ഏതാ? പെരുന്നാൾ നിസ്കാരം, വലിയ പെരുന്നാൾ നിസ്കാരം. അപ്പൊ അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളലായ നിസ്കാരം. നമ്മുടെ സഹോദരിമാരോടൊക്കെ പറയണം, പെരുന്നാൾ നിസ്കാരം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാ സഹോദരിമാരും കൃത്യമായി ഇതിന്റെ സമയം മനസ്സിലാക്കി, സമയം സൂര്യൻ ഉദിക്കലാണ് സമയം. തുലൂബ് ശംസാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയത്തിന്റെ ആരംഭം. ളുഹ നേരെ വിപരീതം. ളുഹ അങ്ങനെയല്ല, ഉദിച്ച് 7 മുഴം ഉയർന്നാലാണ് ളുഹാന്റെ സമയം ആരംഭിക്കുക. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ അഫ്ളലായ സമയം ഉദിച്ച് 7 മുഴം, ളുഹാന്റെ സമയം ആരംഭിക്കലാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ അഫ്ളലായ സമയം. ആ സമയത്ത് നിസ്കരിക്കലാണ് സുന്നത്ത്. ഇത് പ്രത്യേകം നാം മനസ്സിലാക്കുക. സഹോദരിമാരോടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പറയാം. ജമാഅത്തായ നിസ്കരിക്കൽ പ്രത്യേകമാണ്, സുന്നത്താണ്. അതിന്റെ രൂപമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക്, ഭാര്യമാർക്കും സഹോദരിമാർക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. ഏതായാലും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലുള്ള സുപ്രധാനമായ ഇബാദത്താണ്, വലിയ പെരുന്നാളുകളുടെ ഇബാദത്താണ് ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളത്. സ്വന്തം അന്നത്തെ ചിലവും അവൻ ചിലവർക്ക് നിർബന്ധന്മാരുടെ ചിലവുകൾ കഴിച്ച് ബാക്കിയുള്ള ഓരോ ആളുകൾക്കും വളരെ ശക്തിയായ മക്കളായ സുന്നത്താണ് ബലിമൃഗത്തെ അറുക്കുക. വളരെ സുപ്രധാനമാണ്. മുമ്പുള്ളതായിരുന്ന ചര്യയാണ്, ഇബ്രാഹിമിന്റെ ചര്യയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലി അറുക്കാൻ വേണ്ടി അല്ലാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. നൽകിയിട്ടില്ല. ആ സമയം